സംസ്ഥാനത്തെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആനുകൂല്യമായിട്ടുള്ള ക്ഷേമ പെൻഷനുകൾ. ഈ ആനുകൂല്യം വാങ്ങുന്നവരിൽ നമ്മൾ ഈ പറയുന്ന ലിസ്റ്റിലുള്ളവർ പഞ്ചായത്തിൽ എത്തിച്ചേരണം. കാരണം മറ്റൊന്നുമില്ല, അനർഹരെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ട് ഒരു പരിശോധന സംസ്ഥാനത്ത് നടത്തപ്പെടാൻ പോകുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇളവുകളോടെ ആളുകൾക്ക് പുറത്തു പോകാനായിട്ടുള്ള ഒരു അവസരം ഇപ്പോൾ ക്രമീകരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് 5ഓളം വരുന്ന പ്രധാന മാനദണ്ഡങ്ങളാണ് സർക്കാർ പരിശോധിക്കുന്നത്. വീഡിയോയിൽ ഈ കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവർ നമ്മളുടെ പഞ്ചായത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ, ഈ കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇളവുകളോടെ നമുക്ക് പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കും. വിവിധ പഞ്ചായത്തുകളിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നൽകിക്കഴിഞ്ഞു. ഏറ്റവും പ്രധാനമായിട്ട് പരിശോധിക്കുന്നത് നമ്മളുടെ പെൻഷൻ ഗുണഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭൗതിക നിലവാരങ്ങളാണ്. വീടിൻ്റെ അതോടൊപ്പം തന്നെ ഭൗതിക നിലവാര പരിശോധനകൾ. വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് പരിശോധിക്കും. 2000 സ്ക്വയർ ഫീറ്റും അതിന് മുകളിലും വിസ്തീർണമുള്ള വീടുകളാണ് എങ്കിൽ ഇത്തരം വീടുകളിൽ കഴിയുന്നവർക്ക് പെൻഷന് അർഹതയില്ല. മനോഹരമായ രീതിയിൽ ഫ്ലോറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച ഇത്തരം വീടുകളിലാണ് പെൻഷൻ ഗുണഭോക്താവ് കഴിയുന്നത് എങ്കിൽ പെൻഷൻ വാങ്ങാൻ അർഹതയില്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ പദ്ധതിയിൽ നിന്ന് പുറത്തേക്ക് മാറണം. രണ്ടാമതായിട്ട്, നമ്മളുടെ വീടുകളിൽ AC ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ആഡംബര വസ്തുവിൻ്റെ ഗണത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. ഇത്തരം AC ഘടിപ്പിച്ചിട്ടുള്ള വീടുകളിൽ പെൻഷൻ ഗുണഭോക്താവ് ഉണ്ടെങ്കിൽ പെൻഷൻ ഗുണഭോക്താവിന് പെൻഷൻ വാങ്ങാൻ അർഹതയില്ല. അത് പെൻഷൻ ഗുണഭോക്താവിൻ്റെ റൂമിലല്ല എങ്കിൽ പോലും പെൻഷൻ ഗുണഭോക്താവിന് ഈ ഒരു പെൻഷൻ തുടർന്ന് ലഭിക്കാൻ അർഹതയില്ല എന്നാണ് സർക്കാരിന് മുൻപ് തന്നെയുള്ള ഉത്തരവിൽ വിശദമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ആനുകൂല്യം വാങ്ങുന്നവരുണ്ടെങ്കിൽ, വീട്ടിൽ AC ഉണ്ടെങ്കിൽ അവരും പദ്ധതിയിൽ നിന്ന് പുറത്തേക്ക് മാറേണ്ടതാണ്. മൂന്നാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ പുരയിടത്തെ സംബന്ധിച്ചാണ്. 2 ഏക്കറും അതിന് മുകളിലുമൊക്കെ പുരയിടമുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളും പെൻഷൻ വാങ്ങാൻ അർഹതയുള്ളവരല്ല. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പഞ്ചായത്തിൽ അറിയിച്ച് പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്തേക്ക് മാറേണ്ടതാണ്. ഇനി നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാർഷിക വരുമാനമാണ്. വിവാഹിതരായ മക്കൾ ഒഴികെയുള്ള എല്ലാ മേഖലകളിൽ നിന്നുമുള്ള, അതായത് മക്കളുടെ ഉൾപ്പെടെ വരുമാനം ഇതിലേക്ക് കണക്കാക്കും. എല്ലാ വരുമാന സ്രോതസ്സുകളും പരിശോധന വിധേയമാക്കണം. അതിനുശേഷം അങ്ങനെ വാർഷിക വരുമാനം കണക്കാക്കുമ്പോൾ 1 ലക്ഷത്തിന് മുകളിലാണ് വാർഷിക വരുമാനം വരുന്നത് എങ്കിൽ അങ്ങനെയുള്ളവർ പെൻഷൻ വാങ്ങുന്നതിൽ തടസ്സമുണ്ട്. കാരണം അങ്ങനെ വാങ്ങുന്നത് അനർഹമായിട്ട് ആനുകൂല്യം കൈപ്പറ്റുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളും അറിയിക്കേണ്ടതാണ്. അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങാൻ പാടുള്ളതല്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാഹനത്തെ സംബന്ധിച്ചാണ്. നമ്മളുടെ വീടുകളിൽ കാർ ഉണ്ടെങ്കിൽ, 4 ചക്ര വാഹനമുണ്ടെങ്കിൽ അത് 1000 cc എഞ്ചിൻ കപ്പാസിറ്റിക്ക് മുകളിലുള്ളതാണ് എങ്കിൽ, ടാക്സി വാഹനമാണ് എങ്കിൽ അതിൽ ഇളവുണ്ട്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാഹനമുണ്ട് എങ്കിൽ അത് അനർഹതയുടെ ഒരു മാനദണ്ഡമാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലൂടെ അറിയിച്ച 5ഓളം വരുന്ന പ്രധാന മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കൃത്യമായിട്ട് നമുക്ക് ബാധകമാകുന്ന പക്ഷം തീർച്ചയായിട്ടും പെൻഷൻ പദ്ധതിയിൽ നമ്മൾ തുടരാൻ പാടുള്ളതല്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് വിവിധ പഞ്ചായത്തുകൾ ഇപ്പോൾ ഇളവുകളോടെ ആളുകൾക്ക് പുറത്തു പോകാനായിട്ട് അവസരമുണ്ടാകുന്നത്. ഒരുപക്ഷെ അതിനുശേഷം പരിശോധനയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ പരിശോധനയിലൂടെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് 18% തന്നെ പലിശ അടക്കം വാങ്ങിയ തുക മുഴുവനുമായിട്ട് തിരിച്ചടയ്ക്കേണ്ടി വരും. ഇപ്പോഴാണെങ്കിൽ അത്തരം വലിയ തടസ്സങ്ങളൊന്നും തന്നെയില്ല. അർഹതയുള്ള വ്യക്തികൾക്ക് കൃത്യമായിട്ട് ആനുകൂല്യം നൽകുന്നതിനൊക്കെ വേണ്ടിയാണ് കൃത്യമായിട്ട് ഇത്തരം നിയമങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. എല്ലാവരിലേക്കും അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.